മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയും ഉണ്ണിയും ചേർന്ന് ആ വിഗ്രഹം എടുത്ത് പ്രതാപന്റെയും മുത്തശ്ശിയുടെയും കയ്യിൽ കൊടുക്കുന്നുണ്ട്. പിന്നീട് അവരാണെങ്കിൽ അത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കണമെന്ന് കരുതി ഒരു പൊട്ടിപ്പൊളിഞ്ഞ അയ്യപ്പ ക്ഷേത്രം ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. എന്തായാലും കരുണയാവട്ടെ രാവിലെ തന്നെ മഹാലക്ഷ്മിയുടെ കണ്ണീര് കാണാലോ എന്ന് കരുതി ആ ഒരു പൂജാ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അയ്യപ്പൻ അവിടെ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ഇത് കാണുന്ന കരുണയും ഉണ്ണിയും ആകെ ഷോക്കാവുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് അവിടേക്ക് മഹാലക്ഷ്മിയും കണ്ണനും എത്തുന്നുണ്ട്. അവർക്കാണെങ്കിൽ എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിലും അവരത് തുറന്ന് ചോദിക്കുന്നില്ല. അങ്ങനെയൊന്നും തന്റെ അയ്യപ്പൻ തന്നെ വിട്ടു പോവില്ല എന്ന് മഹിയാണെങ്കിൽ കരുണയ്ക്കും ഉണ്ണിക്കും മുന്നിൽ വെച്ച് പറയുന്നുണ്ട്. പിന്നെ ആ ഞെട്ടിക്കുന്ന വാർത്ത കരുണ അറിയുകയാണ്. അതായത് മുത്തശ്ശിയും പ്രതാപനും ഹോസ്പിറ്റലാണെന്ന് മോഹിനി വഴി. അങ്ങനെ പെട്ടെന്ന് തന്നെ കരുണയും ഉണ്ണിയും ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് കരുണയുടെ കരളലിയിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് തൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശിയും അച്ഛനും ആക്സിഡൻ്റായി ചികിത്സയിൽ കിടക്കുന്നു. ഇത് കാണുമ്പോൾ കരുണയാണെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ തിരക്കുന്നുണ്ട്. പോകുന്ന ഒരു ലോറി തങ്ങളെ വന്ന് ഇടിച്ചു എന്നും അയ്യപ്പ വിഗ്രഹം തെറിച്ചു പോയെന്നും ഒക്കെയാണ് മുത്തശ്ശിയും പ്രതാപനും പറയുന്ന കഥ. എന്തായാലും വിഗ്രഹം പോയല്ലോ, ഇനി പേടിക്കേണ്ടതില്ല എന്നൊക്കെ പറയുമ്പോൾ ആര് പറഞ്ഞു വിഗ്രഹം പോയെന്ന്, അത് എത്തേണ്ട അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് മുത്തശ്ശിയും പ്രതാപനും ആകെ ഷോക്കാവുകയാണ്. എന്റെ വിഗ്രഹം എത്തേണ്ട അടുത്ത് എത്തിയെന്നോ? അതായത് കമലേശ്വരത്തിലേക്ക് തിരികെ എത്തി അവളുടെ അയ്യപ്പ വിഗ്രഹം. അപ്പോൾ നിസ്സാരമല്ല, നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയല്ലോ എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റ് അവളുടെ സങ്കടം കാണുമെന്നും കണ്ണീര് കാണുമെന്നൊക്കെ കരുതി എനിക്ക് നിങ്ങളുടെ ഈ അവസ്ഥ കണ്ട് കണ്ണീര് വിടേണ്ട സ്ഥിതിയിലെത്തി. എന്തായാലും അവളൊരു കാര്യം പറഞ്ഞിരുന്നു, തൻ്റെ അയ്യപ്പൻ അങ്ങനെയൊന്നും അവളെ വിട്ടു പോവില്ല എന്ന്. അത് സത്യമായിരിക്കണം. എത്ര പ്രാവശ്യം നമ്മൾ ഈ അയ്യപ്പ വിഗ്രഹം എടുത്ത് കളയാനായിട്ട് ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. എന്തായാലും റിസ്ക് എടുത്തത് ബാക്കിയായെന്ന് കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട്. എന്തായാലും കരുണ വളരെ വിഷമത്തോടു കൂടിയിട്ട് ദുർഗയെയും ഇക്കാര്യം വിളിച്ചറിയിക്കുകയാണ്. അങ്ങനെ ദുർഗയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, അല്ലെങ്കിൽ എങ്ങനെയാണ് മഹാലക്ഷ്മിയെയും കണ്ണനെയും ഇനി തകർക്കുക എന്നറിയാതെ ആകെ മാനസികമായിട്ട് തകർന്നിരിക്കുക. എന്നാലും അവർക്കൊക്കെ വലിയൊരു സംശയം ഈ അയ്യപ്പ വിഗ്രഹം എങ്ങനെയാണ് തിരിച്ച് കമലേശ്വരത്തിലേക്ക് തന്നെ എത്തിയതെന്നാണ്. അവിടെ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു രഹസ്യവുമായിട്ടാണ് ഒരാൾ എത്തിയിരിക്കുന്നത്. അതായത് ആക്സിഡന്റ് നടന്ന സമയത്ത് ആ അയ്യപ്പ വിഗ്രഹം തിരികെ കൊണ്ടുവച്ചത് ഒരു അപരിചിതനാണ്. ആക്സിഡന്റ് നടത്തിയതും ഒക്കെ തന്നെ അയാളാണ്. എന്തായാലും മുത്തശ്ശിയും പ്രതാപനും ആ ഒരു ആളെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. മുഖം വ്യക്തമല്ല, പക്ഷെ ഒരാളെ കണ്ടിരുന്നു. അയാൾ ഞങ്ങൾക്കരികിലേക്ക് വന്നു. ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതും അയാൾ തന്നെയാണ്. ഒരുപക്ഷെ അത് കണ്ണൻ ഏർപ്പാടാക്കിയ ആളായിരിക്കണം ഞങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കേട്ട് കരുണയും ഉണ്ണിയും വല്ലാതെയാവുകയാണ്. കാരണം മാർഗോയ്ക്ക് ലോപ്പസിനും അനന്തുവിനൊക്കെ അപ്പുറം മറ്റൊരാൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് നിശ്ചയിച്ചത് പ്രകാരം തന്നെ തോമസ് വൈദ്യന്റെ അരികിലേക്ക് പോകാനായിട്ട് കണ്ണനും മഹാലക്ഷ്മിയും റെഡിയാവുന്നുണ്ട്. എന്നിട്ട് ആ ആശ്രമത്തിലേക്ക് എത്തുകയാണ്. തോമസ് വൈദ്യൻ കണ്ണനോട് അന്വേഷണങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സാഗറിനെ കുറിച്ചും പറയുന്നു. വൈദ്യൻ പറയുന്നുണ്ട്, ഇനി ഒരു കാരണവശാലും സാഗറിനെയോ മഞ്ജുവിനെയോ അകറ്റി നിർത്തേണ്ടതില്ല. അവരെ എപ്പോഴും എന്തുകൊണ്ടും ചേർത്ത് പിടിക്കണം. മറ്റു ശത്രുക്കളെ പോലെയല്ല, അവർ ഇപ്പോൾ നേരിന്റെ പാതയിലാണ്. മനസ്സ് മാറി സ്വന്തം കുടുംബം എന്ന് കരുതി ജീവിക്കുന്നവനാണ് സാഗർ. അതിന്റെ തെളിവ് ഞാൻ കണ്ടതുമാണ്. ഇതൊക്കെ കേട്ട് കണ്ടം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെ മഞ്ജുവിനൊരു ജോബ് ഓഫറുമായി പോയിരുന്നു, പക്ഷെ അവളത് നിരസിച്ചു. അതൊക്കെ തന്നെയാണോ നന്നാകുന്നവരുടെ ലക്ഷണം? അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത് സ്വീകരിക്കാമായിരുന്നു, പക്ഷെ അതവൾ ചെയ്തില്ല. കാരണം മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്ന് രണ്ടാളും തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. പിന്നീട് കണ്ണനോട് തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, ഇനി തൻ്റെ മുന്നിലുള്ള ലക്ഷ്യം ആരുടെയും സഹായമില്ലാതെ അയ്യപ്പനെ കാണാനായിട്ട് മല ചവിട്ടുക എന്നതാണ്. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നു മുതൽ ചെയ്യും. ഇനിയുള്ള 4-5 ദിവസങ്ങൾ തനിക്ക് ഇവിടെ തുടർച്ചയായിട്ടുള്ള ചികിത്സയാണ്. ആ ചികിത്സ അവസാനിക്കുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം പോലെ, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന തൻ്റെ ഭാര്യയുടെ ആഗ്രഹം പോലെ താൻ എഴുന്നേറ്റ് നടന്നിരിക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ കണ്ണനും മഹാലക്ഷ്മിക്കും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. പിന്നെ തൃക്കാർത്തിക ദിവസമല്ലേ താൻ അയ്യപ്പനെ കാണാനായിട്ട് പോകുന്നത്. അന്നാണല്ലോ തൻ്റെ ജീവിതത്തിലുണ്ടായ മഹാദുരന്തവും. ആ ദിവസം തന്നെ തനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു എന്നൊക്കെ പറയുകയാണ് തോമസ് വൈദ്യൻ. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ചികിത്സയും മറ്റും തുടങ്ങണം. അങ്ങനെ കണ്ണനും മഹിയും പറയുന്നുണ്ട്, സാറ് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ ഞങ്ങളുടെ ശത്രുക്കളെല്ലാവരും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എഴുന്നേറ്റ് നടക്കരുതെന്ന്. ഞാൻ എങ്ങനെയാണ് ഈ കാലും വെച്ച് മല ചവിട്ടുക എന്നൊക്കെ ആലോചിച്ച് ആകെ വിഷമത്തിലാണ് എൻ്റെ രണ്ടാനമ്മയും അനിയനൊക്കെ. അവർക്കൊക്കെ സംശയം ഞാനിനി എഴുന്നേറ്റ് നടക്കുമോ എന്നാണ്. എന്തായാലും
എൻ്റെ മഹി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഒത്തിരി മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ വൈദ്യൻ പറയുന്നു, ഇനി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, താൻ ആഗ്രഹിച്ച ജീവൻ തന്നെ തന്നിലേക്ക് എത്താൻ പോവുകയാണ്. ഒരുപാട് കാലം തന്നെ നഷ്ടപ്പെട്ടു പോയെന്നറിയാം, പക്ഷെ ഇനി നഷ്ടപ്പെടരുത്. അതിന് ഞങ്ങൾ ആരും സമ്മതിക്കില്ല. നിനക്കൊപ്പം ഇപ്പോൾ ഒത്തിരി നല്ല ആളുകളുണ്ട്. നീ ധൈര്യത്തോടെ ചികിത്സയ്ക്ക് തയ്യാറെടുക്കണമെന്നൊക്കെ കണ്ണനോട് വൈദ്യം പറയുകയാണ്. എന്താ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തൃക്കാർത്തിക ദിവസം തന്നെ കണ്ണൻ എഴുന്നേറ്റ് നടക്കും. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.